Once again, welcome to my video blog, AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനെന്ന് വന്നത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഇപ്പം നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും തന്നെ 1.5 GB തീരുന്നു. എന്തുകൊണ്ടാണ് ആ 1.5 GB തീരുന്നത്? അത് എത്രയും പെട്ടെന്ന് നമുക്കത് കുറച്ച് നേരം കൂട്ടാൻ പറ്റുമോ? അതോ ഞാൻ 3 GB റീചാർജ് ചെയ്യണോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ 3 സെറ്റിങ്സുകൾ ഒന്ന് മാറ്റി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ 3 GB ചെയ്തോളാൻ പറഞ്ഞു. അവർ ഈ സെറ്റിങ്സ് മാറ്റിയിട്ട് യൂസ് ചെയ്തു. ആ നെറ്റ് തീർന്ന ഇത് അങ്ങ് കുറഞ്ഞു. അപ്പോൾ അതെന്തൊക്കെയാണ് ആ സെറ്റിങ്സ് നമുക്ക് പോവാം. അത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഈ വീഡിയോൻ്റെ കൂടെ ഉണ്ട്. ഈ വീഡിയോ അവസാനം വരെ. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇന്റർനെറ്റിന്റെ ഡാറ്റ കുറയണം. അവർ പറഞ്ഞു പണ്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴേക്കും തീരാണ്. അവർക്ക് 2 ഫോണുണ്ട്, മറ്റേ ഫോണിൽ ആ ഇഷ്യൂ ഇല്ല, ഈ ഫോണിൽ മാത്രമാണ് ഇഷ്യൂ. ഇപ്പം ജിയോ ആണ് യൂസ് ചെയ്യുന്നത്, ജിയോ ഡാറ്റ അടിച്ചു മാറ്റാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ സിമ്മ് മാറ്റിയിട്ട് നോക്കാൻ പറഞ്ഞു. ഐഡിയ ഇട്ട് കഴിഞ്ഞപ്പോൾ അതും ഇതേപോലെ തീരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോണിലെ 3 സെറ്റിങ്സ് ആണ്. 3 സ്ഥലത്ത് ആ സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് നമ്മളൊന്ന് എനേബിൾ ഉള്ളത് ഡിസേബിൾ ആക്കാനും ഡിസേബിൾ ഉള്ള എനേബിൾ ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫോൺ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് 10 വന്നപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ ലോസ് എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോ പറയാം. അതിന് മുമ്പ് ഒരു ഔട്ട്ലൈൻ പറയാം. ഒന്ന്, നമുക്കത് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിലാണ്, ഇന്റർനെറ്റ് സെറ്റിംഗ്സിലാണ്. 2, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസറിലാണ്. ബ്രൗസർ പറയാൻ ഗൂഗിൾ ക്രോം ആണ്. ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൂഗിൾ ക്രോമിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അതിലൊരു സെറ്റിംഗ്സ് ചെയ്യണം. പിന്നെ ഉള്ളത് യൂട്യൂബ് യൂസേഴ്സിന് യൂട്യൂബിൽ ചെറിയൊരു സെറ്റിംഗ്സ് ചെയ്യാണ്ട്. പക്ഷെ അത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യില്ല, കാരണം അത് HD വീഡിയോസ് പ്ലേ ചെയ്യാതെയും നോർമൽ വീഡിയോസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഞാനൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണ തന്നെ HD ക്വാളിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ HDയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതന്നെ എല്ലാവരും കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു ഓപ്ഷൻ ചെയ്ത് വെക്കാറില്ല. അങ്ങനെ പോണ ഡാറ്റ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കുറേ നേരം ഇരിക്കുമ്പോൾ യൂട്യൂബിൽ എടുക്കുന്ന HD ആയി പോവുകയാണെങ്കിൽ, ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ HD ആയി പോയാൽ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതും നമ്മുടെ എനേബിൾ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെറ്റിന്റെ ഡാറ്റ പോവാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ടങ്ങ് പോവാം. ഓക്കെ, എന്താ പോവല്ലേ? ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് 3 ഏരിയയിലാണ് നമ്മൾ പോകേണ്ടത്. നമുക്കതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ്. ഇത് ഞാൻ ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടില്ല, കാരണം എനിക്ക് യൂട്യൂബിൽ ഫുൾ HD വീഡിയോ വേണം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ HD വീഡിയോ ക്വാളിറ്റിയിലാണ് ഞാൻ കാണാറ്. അപ്പോൾ അല്ലാത്തവർക്ക് എന്താണ്, ഇപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് HDൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുന്നവർക്ക് നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് HD പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ്. നമ്മൾ നേരെ എന്ത് ചെയ്യുക, യൂട്യൂബ് എടുക്കാം. യൂട്യൂബ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ഒന്ന് വരട്ടെ. ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതവിടെ വന്നിട്ട് ജനറൽ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ കണ്ടോ നിങ്ങൾ ലിമിറ്റ് മൊബൈൽ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിട്ട് അത് ഓൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓൺലി സ്ട്രീം HD വീഡിയോസ് ഓൺ വൈഫൈയിൽ മാത്രമേ എന്തുള്ളൂ, HD വീഡിയോസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ഇതിലും എന്താണ് SD ആയിട്ട് ഇപ്പോൾ ഒരു 360p അല്ലെങ്കിൽ അതിലും കുറവായിട്ട് 144p എന്ത് ചെയ്യും, പ്ലേ ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് നല്ല യൂസേജ് ആയിരിക്കും, കാരണം കുട്ടികൾക്കൊക്കെ ക്ലാസ് ഇതിൽ നടക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് കുറേ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ അത് ഓഫ് ചെയ്ത് വെക്കുകയാണ്, എനിക്കത് ലിമിറ്റ് ചെയ്യേണ്ട, എനിക്ക് HDയിൽ തന്നെ വീഡിയോ കാണണം. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തത് നമ്മൾ എടുക്കേണ്ടത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം എടുത്തിട്ട് നമ്മൾ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് ഒന്ന് പോവാം, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നോക്കാം ലൈറ്റ് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് 19% ഡാറ്റ സേവിങ്. നമുക്ക് എന്താ ലൈറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നെറ്റിൻ്റെ ഡാറ്റ 19% നമുക്ക് എന്ത് ചെയ്യാൻ കുറയ്ക്കാൻ പറ്റും. ഇതിൽ കണ്ടു ഇന്നത്തെ ദിവസം തന്നെ 179 MB ഡാറ്റ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് 40.98 MB ഡാറ്റ സേവ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഓഫായിരിക്കും കിടക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്രോമിൽ ഓൺ ആക്കി മാറ്റണം. അപ്പോൾ അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വെക്കുക. അപ്പം
നേരെ എന്ത് ചെയ്യുക, ലൈറ്റ് മോഡ് എടുക്കുക, ഓൺ ആക്കി വെക്കുക. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ ഓരോ ഫോണിലും ഓരോ പോലെ ആയിരിക്കും, പക്ഷേ സെയിം കൺസെപ്റ്റ് ആണ് വരുന്നത്. ഇത് റിയൽമി UI ആയതുകൊണ്ട് അത് അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സിം കാർഡ് ആൻഡ് മൊബൈൽ ഡാറ്റ എടുക്കാം. മൊബൈൽ ഡാറ്റ എടുത്തതിന് ശേഷം നമുക്ക് ഡാറ്റ യൂസേജ് എന്ന് കണ്ടോ അവിടെ, ഈ ഡാറ്റ യൂസേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, മൊബൈൽ ഡാറ്റ യൂസേജ്, മൊബൈൽ ഡാറ്റ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പം നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസേജ് എടുത്തിട്ട് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ടെലിഗ്രാമാണ് എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതലായിട്ട് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ മൂവീസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കത് ബിഹൈൻഡ് ഡാറ്റ, നമ്മളിപ്പോൾ ഫോൺ യൂസ് ചെയ്യാത്ത നേരത്തെ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്യണം, അപ്പോൾ എന്ത് ചെയ്യുക, ഇത് പ്ലേ ചെയ്യാൻ പാടില്ല. പക്ഷേ ടെലിഗ്രാമിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യണോണ്ട് ഞാനത് എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കിയിട്ട്, ഇപ്പോൾ നമുക്ക് ക്രോം, അതിന് ഇൻസ്റ്റാഗ്രാം ആ നേരത്തെ വേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. പക്ഷേ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് ഓണാക്കി തന്നെയാണ് വെക്കുക. വേറെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്ത് വെക്കുക. പിന്നെ കണ്ടോ, ഡിസേബിൾ മൊബൈൽ ഡാറ്റ. ഇത് വാട്സപ്പിലാണ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾ നെറ്റ് ഓൺ ചെയ്യുമ്പോഴും വാട്സപ്പ് ഓൺലൈൻ കാണിക്കില്ല. കാരണം എന്താണ്, നിങ്ങൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ എടുക്കുന്ന നേരത്ത് പലർക്കും വാട്സപ്പ് ഓൺലൈനിൽ കാണിക്കുന്നു എന്നുള്ളൊരു പരാതി ഉണ്ട്. ഇങ്ങനെ എല്ലാ ആപ്പിലും നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ വാട്സപ്പിൽ എടുത്തിട്ട് ഞാൻ അതിൽ ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്ന് കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരില്ല. ഇനിയിപ്പോൾ വാട്സപ്പിൽ ഞാൻ ഒരാൾക്ക് ഹായ് എടുക്കാൻ വെച്ചേക്കണ്ട, വാട്സപ്പ് ഈസ് ഫോർബിഡൻ ഫ്രം യൂസിങ് ദ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കാണിക്കും. കീപ് ഡിസേബിൾഡ് അലൗ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പിലാണോ നെറ്റ് വേണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓഫ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ നടത്തുന്നു.